16ാം നിയമസഭയിലെ ആദ്യ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. സഭ നിർത്തിവെച്ച വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ തള്ളി. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ സഭ തിരഞ്ഞെടുത്തു. എന്നാൽ BJP MLA ഗോപകുമാറിന് സമയം നൽകിയതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. 140 അംഗ സഭയിൽ ആകെ പോൾ ചെയ്തത് 133 വോട്ടുകൾ. സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തിയില്ല. BJPയുടെ 3 അംഗങ്ങളും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. UDFൽ നിന്നും 2 അംഗങ്ങളും പ്രതിപക്ഷത്തെ 1 അംഗവും സഭയിൽ ഹാജരായിരുന്നുമില്ല. 133 വോട്ടുകളിൽ 99 വോട്ട് നേടിയാണ് ഷാനിമോൾ ഉസ്മാൻ കേരളത്തിന്റെ 4ാമത് വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. പിന്നാലെ 16ാം കേരള നിയമസഭയിലെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം. സർ, ഇത് ഈ സഭയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് തന്നെ ഈ നമ്മുടെ ഇന്നത്തെ മറ്റ് സഭാ ചർച്ചയിൽ ഇതിനൊരു സമയം അനുവദിച്ച് പ്രത്യേകമായി ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. സർ, പ്രതിപക്ഷം പറഞ്ഞത് ഭാഗികമായി ശരിയെന്ന മുഖ്യമന്ത്രി. റൂൾ 50 അനുസരിച്ച് തന്നിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഭാഗികമായി ശരിയാണ്. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും വാണിജ്യ ഗാർഹിക പാചകവാതകത്തിൻ്റെ വില വർധനവ് തീർച്ചയായിട്ടും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും നമ്മുടെ നാണ്യപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. വാക്കാണ് പ്രധാനമെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അത് പാലിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന് KN ബാലഗോപാൽ. ബാലഗോപാലിന് മറുപടി പറയാനേറ്റ മുഖ്യമന്ത്രിക്ക് നാവൊന്നു പിഴച്ചു. ബഹുമാനപ്പെട്ട ധനമന്ത്രി KN ബാലഗോപാൽ എന്ന് പറഞ്ഞു തുടങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലായത് ഇപ്പോൾ ഞാനാണല്ലോ ധനമന്ത്രി എന്ന്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ ശ്രീ ബാലഗോപാൽ, അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? അതാണ് ചോദ്യം. നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം എത്രത്തോളം തകർത്തു എന്ന ധവളപത്രം പുറത്തു വരുമ്പോൾ മനസ്സിലാകുമെന്ന മുഖ്യമന്ത്രി. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ചർച്ച വേണ്ട എന്ന ഭരണപക്ഷ നിലപാടിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. പ്രശ്നത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു മുഖവുര പറഞ്ഞു നിർത്തുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാണ് തോന്നുന്നത്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെന്റിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം പൂർത്തിയായതിന് പിന്നാലെ പ്രസംഗിച്ചു തുടങ്ങി BJPയുടെ കക്ഷി നേതാവ് BB ഗോപകുമാർ. ഗോപകുമാറിന് സഭാ നടപടികളെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് എന്ന് തിരുത്തി K രാജനും. അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ഒപ്പിടാത്തതിനാൽ ഗോപകുമാറിന് സംസാരിക്കാൻ അവകാശമില്ല എങ്കിലും എണീറ്റ് പോയതിനാൽ ഒരവസരം തരികയാണ് എന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഈ അടിയന്തര പ്രമേയത്തിനകത്ത് BJP ഒപ്പിട്ടിട്ടില്ല. പക്ഷെ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡായിട്ട് പറഞ്ഞ് പോവുകയും ചെയ്യാം. അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ഒപ്പിടാത്തതിനാൽ ഗോപകുമാറിന് സംസാരിക്കാൻ അവകാശമില്ല എങ്കിലും എണീറ്റ് പോയതിനാൽ ഒരവസരം നൽകുകയാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പിന്നാലെ സഭയിൽ പ്രതിപക്ഷ ബഹളം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, അത് തീർത്തോണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ അവകാശമില്ലാതിരുന്നിട്ടും BJPയുടെ MLAക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയെന്ന ഗുരുതരമായ പ്രശ്നത്തെ ഗോപകുമാർ കാര്യങ്ങൾ പഠിച്ചു വരുന്നതല്ലേയുള്ളൂ എന്ന് പറഞ്ഞ് ലഘുവാക്കി തിരുവഞ്ചൂർ. പുതിയ മെമ്പർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഒരു ചെറിയ സാവകാശം കൊടുത്താണ്. ഞാൻ ആദ്യതയെ പറഞ്ഞു. സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്
ആ വ്യതിയാനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദാരമനസ്കത വേണ്ടേ? 16ാം കേരള നിയമസഭയുടെ നടപടിക്രമങ്ങൾ പൂർണ്ണതോതിൽ നടപ്പായി തുടങ്ങിയത് ഇന്നു മുതലാണ്. അങ്ങനെയുള്ള ആദ്യ ദിവസം മുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന തന്ത്രം തന്നെ പയറ്റുകയാണ് പ്രതിപക്ഷം. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തമാകും. നിയമസഭയിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.